ഇനി എന്നും ലാഭം ഓഫറുകളുമായി ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ചെർപ്പുളശ്ശേരിയിൽ. ലൈവ് 7 സൂപ്പർ മാർക്കറ്റ്, കാവുവട്ടം, പട്ടാമ്പി റോഡ്, ചെർപ്പുളശ്ശേരി. സംസ്ഥാന സർക്കാരിൻ്റേത് ദുർഭരണമാണെന്നാരോപിച്ച് UDF നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തുന്ന വിചാരണ സദസ്സിന്റെ ഷൊർണൂർ മണ്ഡലം തല പരിപാടി നാളെ വൈകിട്ട് കൊളപ്പുള്ളിയിൽ നടക്കും. AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF മണ്ഡലം ചെയർമാൻ T ഹരിശങ്കർ, കൺവീനർ അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്രയും ജനങ്ങളോട് സത്യസന്ധത പാലിക്കാത്ത, ജനങ്ങളെ ദുർഭരണത്തിലേക്ക് നയിച്ച ഒരു സർക്കാരാണിത്. നമുക്കറിയാം, പിണറായി സർക്കാർ അഴിമതിയും കൊടുങ്കാര്യസ്ഥതയും ദുർഭരണം നടത്തിവരുന്നതാണ്. ഇതൊരു സർക്കാരല്ല, കൊള്ളക്കാരാണ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് മുദ്രാവാക്യം. ഇവിടെ എല്ലാ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണിച്ച ഒരു ജനങ്ങളോട് നിരുത്തരവാദമായ പെരുമാറ്റവും, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ കാണുവാൻ കൂടി കൂട്ടാക്കാണ്ട് ഉദ്യോഗസ്ഥ മേധാവികളുടെ അടുത്തേക്ക് വിട്ട് അവര് സാധാരണക്കാർക്ക് ഇങ്ങോട്ട് പറയുവാനുള്ളത് കേൾക്കാണ്ട് അങ്ങോട്ട് കലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കാനും ഇതിനു വേണ്ടിയിട്ട് നാളെ ഷൊർണൂർ നിയോജകമണ്ഡലത്തിൻ്റെ ജനകീയ വിചാരണ സദസ്സ് 4 മണിക്ക് കുളപ്പള്ളിയിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. കുളപ്പള്ളി സെൻട്രലിൽ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ AICC സെക്രട്ടറി PC വിഷ്ണുനാഥാണ്, വിഷ്ണുനാഥ് MLA ആണ്. ഇതിൽ മുഖ്യ പ്രാസംഗികനായിട്ട് സിദ്ദിഖ് അലി മാങ്ങാട്ടൂർ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, പിന്നെ ബഹുമാനായ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ ശ്രീ VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, മുസ്ലിം ലീഗിൻ്റെ UDF ചെയർമാൻ മരക്കാർ മാരമംഗലം, കൺവീനർ UDFൻ്റെ ജില്ലാ കൺവീനർ P ബാലഗോപാലൻ എന്നീ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ നയങ്ങൾ വളരെ പാവപ്പെട്ടവർക്ക് ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ കച്ചവട മേഖല പൂർണ്ണമായും തകർച്ചയിലാണ്. കാരണം കൺസ്ട്രക്ഷൻ മേഖല തകർന്നതോടുകൂടെ സിമൻറ്റ് കച്ചവടം, കമ്പി കച്ചവടം, മണൽ, മറ്റു സാമഗ്രികൾ, ബിൽഡിംഗ് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അധിക ചെലവ്, ഇതുമൂലം ആ കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ പരാജയം തന്നെയാണ്. അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കിലോ നിത്യോപയോഗ സാധനത്തിലെ 1 കിലോ മല്ലിക്ക് വില 250 ആണെങ്കിൽ 1 കിലോ മല്ലിയുടെ വില 350, മുളകിൻ്റെ വില 350, 1 കിലോ വെള്ളുള്ളിയുടെ വില 300 രൂപ. ബഹുമാന്യനായ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഭക്ഷ്യയോഗ്യമായ 1 കിലോ അരിയുടെ വില 40-നും 45-നും ഇടക്കാണ്. അതുപോലെ പെൻഷൻകാർക്ക് ഒരുപാട് പെൻഷൻ ബാലൻസാണ്, 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി നിൽക്കുകയാണ്. സർക്കാരിന് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു 4 മാസത്തെ പെൻഷൻ സാധാരണക്കാരന് കൊടുക്കാനിരിക്കെ ഇത്തരം 1,25,00,000 രൂപ ചെലവഴിച്ച് ഒരു വാഹനം ഉപയോഗപ്പെടുത്തി അതിൻ്റെ 20 മന്ത്രിമാരും അവർ നിത്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അകമ്പടിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് കേരള സർക്കാരിനോട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിൽ നിന്നും ഒരിക്കലും കേരളീയൻ ഉദ്ദേശിക്കാത്ത ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പൂർണ്ണ പരാജയമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മിനിഞ്ഞാന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 33 സീറ്റിൽ 17 സീറ്റും UDF ആണ് നേടിയിരിക്കുന്നത്. സർക്കാരിനെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന പൊതുസമൂഹമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പ്രതികരിച്ചാൽ കേസും കൂട്ടം അവരെ ഒതുക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിനെതിരെ
ഒന്നിച്ചു നിൽക്കുവാനും എല്ലാവർക്കും നേതൃത്വം കൊടുക്കാൻ, ഇപ്പം നമ്മൾ ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഇതിനൊരു നേതൃത്വം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ് എന്നും കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ യോഗം, ഈ വിചാരണ സദസ്സ് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കാം. ഇനി എന്നും ലാഭം ഓഫറുകളുമായി ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ചെർപ്പുളശ്ശേരിയിൽ. ഗ്രോസറി, ക്രോക്കറി, ഓഫീസ് സ്റ്റേഷനറി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്ന വിലയിൽ. കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. ലൈവ് 7 സൂപ്പർ മാർക്കറ്റ്, കാവുവട്ടം, പട്ടാമ്പി റോഡ്, ചെർപ്പുളശ്ശേരി.